കുട്ടനാടൻ ഫിഷ് വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ചെറിയൊരു കുളം കിടപ്പുണ്ടായിരുന്നേ. അപ്പോൾ അത് കുറേ നാളായിട്ട് ഉപയോഗിക്കാതെ കിടന്ന കുളമാണ്. ഇതിനകത്ത് കിടന്ന മീനൊക്കെ കുറേയൊക്കെ ഇറങ്ങി പോവുകയൊക്കെ ചെയ്തു. ഞാനപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരനോട് പറഞ്ഞായിരുന്നു, വന്ന് മീൻ പിടിക്കണം, ഒരു മാസമായി പറഞ്ഞിട്ട്. അപ്പം വെള്ളം കയറുന്നക്കാട്ടും പിന്നെ പറഞ്ഞ അപ്പം ഇഷ്ടം പോലെ വരാലുകളുണ്ടായിരുന്നു. പക്ഷേ മച്ചാൻ വന്നത് ഇന്നാണ് വന്നത്. ഞാൻ പറഞ്ഞാൽ ആ മീനുണ്ടായിരുന്നു, ഞങ്ങൾക്ക് കുറച്ച് വരാലിനെ കിട്ടിയതാണ്. വലിയ വലിയ വരാലുകൾ കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ വന്ന് നോക്കി. എന്തായാലും അവർക്ക് വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം മീൻ കിട്ടിയെന്ന്. അവർക്ക് കഷ്ടപ്പെട്ടതിൻ്റെ ആയിട്ടുള്ളൊരു ഗുണം ഉണ്ടായില്ല ഇന്നത്തെ മീൻ പിടുത്തത്തിൽ. അവരെ സംബന്ധിച്ച് നല്ല രീതിയിൽ മീൻ കിട്ടുന്നതാണ് അവർക്ക്. ഇനി ഞാൻ വിളിച്ചുകൊണ്ടിരുന്നതിൻ്റെ പുറത്ത് തന്നെ അവൻ ഇന്ന് വന്ന് പിടിച്ചെടുത്തോളാം എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചപ്പോഴേ പറഞ്ഞു, ഞങ്ങൾക്കൊന്നും വേണ്ട, കറിക്കുള്ള മീൻ തന്നാൽ മതി, ആ മീൻ പിടിച്ചെടുത്തോ, അല്ലെങ്കിൽ ആർക്കും ഒന്നുമില്ലാതായി പോവും. അങ്ങനെ അവർ 3 പേരും കൂടെ വന്ന് രാവിലെ വന്ന് പണി തുടങ്ങി. നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് ആണ് പണി തുടങ്ങിയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുക്കണ് അഴുക്കായിരുന്നു നമ്മുടെ കുളത്തിൽ. നമ്മൾ ഈ കുളം നികത്തിയെടുക്കാനുള്ള പ്ലാൻ ആയിരുന്നു. അത് കാരണം ഉള്ള ചവറും കാര്യങ്ങളെല്ലാം അതിനകത്ത് തന്നെ ഇടുമായിരുന്നു. ഈ ഉള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ട് അത് നികത്തിയെടുക്കാനുള്ള പ്ലാനിലായിരുന്നു. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം കഷ്ടപ്പെട്ടാണ് അവർ ഈ മീൻ പിടിച്ചതെന്ന്. അതിൻ്റെ ഇപ്പുറം തന്നെയാണ് നമ്മുടെ പുതിയതായിട്ട് നമ്മൾ റെഡിയാക്കി, നമ്മുടെ പഴയ കുളം തന്നെ പുതിയതായിട്ട് ഞാനിപ്പം മീൻ നെറ്റിനകത്ത് വളർത്താൻ പോകുന്നതാണ് ഇതിനകത്ത്. അപ്പോൾ അതിനകത്തോട്ട് അഴുക്കുകളൊക്കെ വീഴാത്ത രീതിയിൽ തന്നെ അവരെല്ലാം നല്ല രീതിയിൽ തന്നെ സൈഡിലോട്ടെല്ലാം ഒതുക്കി വെച്ച് ഇപ്പോഴത്തെ കുളമെല്ലാം വൃത്തിയാക്കി എടുക്കുക. അങ്ങനെ 2 പേരും കൂടെ ഓരോ സൈഡിൽ നിന്ന് 3 പേരും കൂടി സൈഡിൽ നിന്ന് വലിച്ച് എടുത്ത് ഇത്രത്തോളം ആക്കി. ഇനി അത്രയും ഭാഗത്ത് കൂടെ വലിച്ച് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ മീൻ പിടിക്കാൻ പറ്റും. അങ്ങനെ 3 പേരും കൂടി നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് കിടന്ന അഴുക്കളെല്ലാം പുറകോട്ട് വലിച്ച് മാറ്റി. മീൻ ഇടയ്ക്ക് കാലിൽ തട്ടുന്നുണ്ട്, പക്ഷേ അതിനൊന്നും കിട്ടുന്നില്ല. അങ്ങനെ അവസാന നിമിഷം ഇതിൻ്റെ എല്ലാം പായലുകളെല്ലാം നീക്കി അവർ വലയുടെ അടുത്ത് ചെന്ന്. അങ്ങനെ വലയുടെ അടുത്ത് ചെന്നപ്പോൾ അവൻ്റെ കാലിലൊരെണ്ണം തട്ടി തിരിച്ച് ആ വേസ്റ്റിനകത്തോട്ട് കയറിപ്പോയി. അതിനെ കിട്ടിയില്ല. എങ്കിലും അവർ വീട്ടില്ല, അവർ മാക്സിമം ട്രൈ ചെയ്ത് നോക്കി കിട്ടുമോ. അങ്ങനെ കിട്ടത്തില്ല എന്ന് കണ്ടപ്പോൾ വല പൊക്കാനുള്ള തന്ത്രപ്പാടിലായി. ഉള്ളതിനെ പിടിച്ചുകൊണ്ട് പോകാം. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും എത്രത്തോളം മീൻ കിട്ടിയെന്ന്. അവരെ സംബന്ധിച്ചോളം അവർക്ക് ഭയങ്കര എന്താ പറയുക, അവർ ഇന്നത്തെ ഒരു ദിവസം വെറുതെ പോയി എന്ന് തന്നെ പറയാം. ഞാൻ പ്രതീക്ഷിച്ച അത്രയും മീൻ കിട്ടിയില്ല. പക്ഷെ മീൻ കിടപ്പുണ്ടായിരുന്നു, അത് വെള്ളം കയറിയപ്പോൾ ഇറങ്ങിപ്പോയതാണ്. പക്ഷെ അവരും പ്രതീക്ഷിച്ച് വന്നത്രയും മീൻ അവർക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ വീണ്ടും അവരെല്ലാം കൂടെ അടിച്ച് കലക്കി ഒന്നുകൂടെ തപ്പി വരുന്ന രംഗം നമ്മൾ കാണുന്നത്. അങ്ങനെ തപ്പ് മതിയാക്കി വലയെല്ലാം മടക്കി ഇപ്പോൾ കരയ്ക്കോട്ട് കയറ്റാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ കയറ്റാൻ വേണ്ടി വല മടക്കിയപ്പോഴാണ് ഇങ്ങേറ്റത്ത് നിൽക്കുന്ന ചേട്ടൻ്റെ കാലിൽ ഒരു വലാര് തട്ടിയത്. അതിനെ കൂടെ വലിച്ച് കൂടിനകത്തിട്ട് പൊക്കിയെടുത്ത് കരയ്ക്കോട്ടിടും. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വരാൽ കിട്ടാതെ പോയി. അതും കിടക്കുന്നതെല്ലാം നല്ല സൈസ് വരാലായിരുന്നു കിടന്ന്. ആ പോയ വരാലിനെ തപ്പിപ്പോയ പോക്ക. അതിൻ്റെ ഇടയ്ക്കൊന്ന് അത് വീണ്ടും അവരെ പറ്റിച്ച് ആ ചവറിൻ്റെ ഇടയ്ക്കോട്ട് കയറിപ്പോയി. അവരൊത്തിരി കിടന്ന് പരിശ്രമിച്ച് നോക്കി അതിനെ കൂടെ പിടിക്കാൻ. എന്നുവെച്ചാൽ പണി അവർക്ക് ഭയങ്കര മോശമായതുകൊണ്ട് പോയതിനെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ അത്രത്തോളം ആവുമെന്നും പറഞ്ഞ് വീണ്ടും കിടന്നവർ തപ്പി. അങ്ങനെ തപ്പിയിട്ടും കിട്ടാവുന്നപ്പം വല വലിച്ച് കരയ്ക്ക് കയറ്റുന്ന രംഗം നമ്മൾ കാണുന്നത്. അതിനകത്ത് എത്രത്തോളം വരാലുണ്ട് അവർക്കിന്ന് 3 പേർക്കും കൂടി എത്രത്തോളം കിട്ടി. അവർ ആ വള്ളത്തിലെ പെട്രോൾ കാശെല്ലാം മടക്കി വന്നിട്ടും അവർക്ക് യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്കും തോന്നുന്നത്. അതുകൊണ്ട് നമ്മൾ കറിക്ക് പോലും മീൻ മേടിച്ചില്ല. നമ്മളെ ഉള്ള മീൻ നിങ്ങൾ കൊണ്ടുപോയി വിൽക്കുക, എന്താണ് ചെയ്യുക. ഇന്നത്തെ ദിവസം അവർക്ക് വെറും പാഴ് ദിവസമായിപ്പോയി. പിന്നെ ഒരു 3-4 ആമയുണ്ടായിരുന്നു. ആമേനെയൊക്കെ എടുത്ത് ആറ്റിക്കളഞ്ഞ് നമ്മുടെ കുഴിക്കകത്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ പുതിയതായിട്ട് വളർത്തുന്നതിനകത്തും കയറിക്കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ നമ്മുടെ വലയെല്ലാം അത് കടിച്ച് കീറുമെന്നുള്ളൊരു പേടികളുണ്ട്. കിടന്ന ആമേനെല്ലാം
ചാക്കിനകത്ത് കെട്ടി ആറ്റിക്കൊണ്ട് കളഞ്ഞു. ഇത്രയും മീനാണ് അവർക്ക് ഇന്നത്തെ ഒരു കഷ്ടപ്പാടി കിട്ടിയത്. അതിനകത്തൊരു കൂരുവാളയുണ്ട്, ബാക്കി കുറച്ച് വരാലും കിട്ടിയിട്ടുണ്ട്. വരാലെന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത 3-4 വരാലുണ്ടായിരുന്നു. പിന്നെ ബാക്കിയെല്ലാം ചെറിയ വരാലും കുഞ്ഞുങ്ങളായിരുന്നു. ഇതേപോലത്തെ വരാലുകളായിരുന്നു കടന്നിരുന്നത്. കുറേയെല്ലാം പോയി. പിന്നെ അവർക്ക് കിട്ടിയതും കൊണ്ട് അവർ സന്തോഷിച്ച് പോവുകയായിരുന്നു. അപ്പോൾ എല്ലാം നാടൻ വരാലാണ്, അല്ലാതെ ഈ ചേറുമീനൊന്നുമല്ല. കിട്ടിയതെല്ലാം നാടൻ വരാലും കുഞ്ഞുങ്ങളെയും വരാലിനെയായിരുന്നു. പിന്നെ ആവശ്യത്തിൽ കൂടുതൽ ആമയുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ ഇന്നത്തെ ദിവസം ഞാൻ കാരണം പാഴായിപ്പോയി എന്ന് തന്നെ പറയാം. അപ്പം അവൻ പറഞ്ഞത് അങ്ങനെയാടാ, ചില ദിവസം മീൻ കിട്ടും, ചില ദിവസം മീൻ കിട്ടത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് ഒരു കട്ടപ്പുളകം കയറി അതിനകത്ത് വീണ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ. അതിനകത്ത് കിട്ടിയ ഒരു കൂരുവാളയാണ്. ഇതേ ഉള്ളൂ ഇച്ചിരി വലുതായിട്ട് കിട്ടിയ കൂരുവാള. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.